സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ പ്രധാനമായും ഇപ്പോൾ പ്രചരിക്കുന്ന ഒരു വാർത്ത നെതന്യാഹു കൊല്ലപ്പെട്ടു എന്നാണ്. വാസ്തവത്തിൽ ഇതേക്കുറിച്ച് ഒരു സ്ഥിരീകരണവും ലഭിച്ചിട്ടില്ല. ഇറാൻ ന്യൂസ് ഏജൻസിയായ തസ്നീമാണ് ഈ വാർത്ത പ്രചരിപ്പിക്കുന്നത്. തസ്നീം പ്രചരിപ്പിക്കുന്ന വാർത്തക്കെതിരെ ജെറുസലേം പോസ്റ്റ് രംഗത്ത് വന്നിട്ടുണ്ട്. അവർ പറയുന്നത് ഇത് മനഃശാസ്ത്രപരമായ യുദ്ധമാണ്. തസ്നീം ഇക്കാര്യത്തിൽ വ്യക്തമായ 5 കാരണങ്ങളാണ് ഉന്നയിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ തിരോധാനം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മരണം, ഈ 3 സാധ്യതകളും തസ്നീം പങ്കുവെക്കുന്നു. പ്രധാനമായി ഉന്നയിക്കുന്ന 5 കാര്യങ്ങൾ 2-3 ദിവസത്തിലധികമായി അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ചാനലിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വീഡിയോ അല്ലെങ്കിൽ ചിത്രം പങ്കുവെക്കുന്നില്ല എന്നതാണ് ഒന്നാമത്തെ സംശയമായി തസ്നീം ഉന്നയിക്കുന്നത്. പുറത്തുവരുന്ന സന്ദേശങ്ങൾ കേവലം കുറിപ്പുകൾ മാത്രമാണ്. സെക്രട്ടറിക്കോ മറ്റാർക്കോ തയ്യാറാക്കാൻ പറ്റുന്നതാണ് കുറിപ്പുകൾ. അങ്ങനെയുള്ള കുറിപ്പുകൾ മാത്രമാണ് പ്രത്യക്ഷപ്പെടുന്നത്. 2-3 വീഡിയോ ദിവസവും ചെയ്യുന്ന നെതന്യാഹു 3 ദിവസമായി ഒരു വീഡിയോ പുറത്തുവിട്ടിട്ട് മറ്റൊരു കാര്യം, മാർച്ച് 8-ന് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ വർദ്ധിപ്പിക്കുകയുണ്ടായി. വലിയ തോതിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് അവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. മറ്റൊന്ന്, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോണുമായിട്ടുള്ള ഫോൺ സംഭാഷണം, അതിൻ്റെ തീയതിയോ ദിവസമോ സമയമോ ഒന്നും വ്യക്തമല്ല. ആ രീതിയിലാണ് അതും പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ജറാദ് കുഷ്ണറും വിക്ടോഫും ഔദ്യോഗികമായി ഇസ്രായേൽ സന്ദർശിക്കേണ്ട ദിവസമാണ് മാർച്ച് 10. ആ സന്ദർശനം ക്യാൻസൽ ചെയ്തിരിക്കുന്നു. മറ്റൊരു ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടുമില്ല. ഇത്തരം കാരണങ്ങളും സംശയങ്ങളും നിരത്തിയാണ് നെതന്യാഹുവിൻ്റെ അപായത്തെക്കുറിച്ച്, തിരോധാനത്തെക്കുറിച്ച് തസ്നീം വാർത്ത പ്രചരിപ്പിക്കുന്നത്. ഇതേ പ്രശ്നം ഖാംനെയുടെ കൊലപാതക സമയത്തുമുണ്ടായിരുന്നു. ഖാംനെയ് കൊല്ലപ്പെട്ടു എന്ന് ഇസ്രായേൽ സ്ഥിരീകരിച്ചപ്പോൾ ഇറാൻ്റെ മറുപടി അത് മനഃശാസ്ത്ര യുദ്ധമാണ് എന്നായിരുന്നു. പിന്നീടാണ് ഇറാൻ ഔദ്യോഗികമായി അത് സ്ഥിരീകരിക്കുന്നത്. നെതന്യാഹുവിൻ്റെ PMO ഓഫീസ് ഇസ്രായേലിൽ നിന്ന് കൃത്യമായ ഔദ്യോഗികമായ സ്ഥിരീകരണം നൽകുന്നത് വരെ ഇത്തരം അഭ്യൂഹങ്ങൾക്കും പ്രചരണങ്ങൾക്കും ആയുസ്സുണ്ടാവുകയുള്ളൂ. അഭ്യൂഹങ്ങൾ വാർത്തകളായി പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്.